നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ അനിതാസ് ഫുഡ് ഡയറി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കായ ബജ്ജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇതിനു വേണ്ടി പടത്തിക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 എടുത്തിരിക്കുന്നത്. ചില സ്ഥലത്ത് ഇതിനെ ബജ്ജിക്കായ എന്നും പറയും. 3 എടുത്തിട്ട് ഈ കായ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിന്റെ 2 അറ്റം കട്ട് ചെയ്ത് കളയുക. എന്നിട്ടൊരു സ്ലൈസർ എടുക്കുക. സ്ലൈസർ എടുത്തിട്ട് ഈ കായ എല്ലാം നന്നായിട്ട് സ്ലൈസ് ചെയ്ത് തിൻ സ്ലൈസസ് ആക്കി മാറ്റി വെക്കുക. ഇത് ഓരോന്നും നല്ല മെലിഞ്ഞ സ്ലൈസ് ആയിരിക്കും. അപ്പം നമുക്ക് ബജ്ജിയുടെ അകത്ത് എപ്പോഴും 2-3 കായയുടെ സ്ലൈസ് ഒരുമിച്ച് വെച്ചിട്ടായിരിക്കും ബജ്ജി ഉണ്ടാക്കുക. അപ്പം നമുക്ക് കായയുടെ സ്റ്റഫിങ് ബജ്ജിനകത്ത് നിറയെ കിട്ടും. അപ്പം 3 കായയുടെ പീസസ് ആയിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ മാറ്റി വെച്ചേക്കുക. പിന്നെ നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ കടലമാവാണ് വേണ്ടത്. കടലമാവിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കുക. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. കായംപൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ കടലമാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്യുക. പറ്റുന്നത്രയും കട്ടകൾ ഈ സമയത്തിന് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ച് പോകും. നന്നായിട്ട് മാവൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. കുറച്ച് വെള്ളമാണ് ആദ്യമേ നമ്മൾ ഒഴിക്കേണ്ടത്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് കട്ടിയുള്ള ഒരു ബജ്ജിയുടെ മാവായിട്ട് കിട്ടും. കടലമാവ് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ബജ്ജിയുടെ ബാറ്റർ എത്താൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കല്ലേ. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കറക്റ്റ് ഒരു ബജ്ജിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കാം. ഇത് ഏകദേശം ഒരു പഴംപൊരിയുടെയൊക്കെ മാവിൻ്റെയൊക്കെ അത്ര എത്തും. അതിനകത്തേക്ക് ഈ കായ 3 വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഒക്കെ ഇടുക. എന്നിട്ട് ഇവിടെ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കടലെണ്ണയാണ്. കടലെണ്ണ ഏകദേശം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലോണം ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം ബജ്ജി വറുത്തെടുക്കാൻ. 2 ഭാഗവും കടലമാവിൽ മുക്കി വെച്ചിരിക്കുന്ന കായ എടുത്തിട്ട് ചൂടെണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് പയ്യെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ബജ്ജി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കത് കോരി മാറ്റിയിട്ട് എണ്ണ പോകാൻ വേണ്ടി ഇവിടെ സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വെക്കാം. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. നമ്മളൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ചട്നി നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല സ്വാദാണ്. ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള നന്നായിട്ട് ചോപ്പറിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതിന് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ കട്ട് ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് ആപ്പടം മുളക് പൊടി 2 ടീസ്പൂൺ വേണം. പിന്നെ ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ വേണം. എന്നിട്ട് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്യുക. പിന്നെ വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത്. പച്ച വെളിച്ചെണ്ണയാണ് വേണ്ടത്. 4 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് വെക്കുക. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും ഇതിൽ എരിവും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സ്വാദായിട്ട് വരും. അത്യാവശ്യം എരിവുള്ള ഒരു ചട്നിയാണ്, പക്ഷെ നല്ല കോമ്പിനേഷനാണ്. ബോണ്ട, ബജ്ജി, ദോശയ്ക്ക് വരെ ഇത് നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു ചട്നിയാണ്. പെട്ടെന്ന് ആവുകയും ചെയ്യും. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പം എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരണേ. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് അനിതാസ് ഫുഡ് ഡയറിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്